ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഇത് വയനാട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ദീപേച്ചിനെ തിരിച്ച് വീട്ടിൽ പുൽപ്പള്ളിയിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഇതുവരെ ദീപേച്ചിനെ കൂട്ടി ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറുവാദ്വീപുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി ചുമ്മാ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറുവാദ്വീപ് ആരൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നറിയത്തില്ല. കബനി നദീതടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് കേട്ടോ കുറുവാദ്വീപ് എന്ന് പറയുന്നത്. ഏകദേശം 950 ഏക്കറോളം വരുന്ന ഒരു ദ്വീപാണിത്. ഇപ്പം ഞങ്ങൾ അവിടുന്ന് കയറി വന്ന സ്ഥലത്ത് തന്നെ ഒരു എൻട്രി പാസ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഏകദേശം 200 രൂപയോളം മുതിർന്നവർക്കും 110 രൂപ കുട്ടികൾക്കുമാണെന്ന് തോന്നുന്നു. 450 പേർക്കേ ഒരു ദിവസം എൻട്രി ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അങ്ങ് ദ്വീപിലേക്കുള്ള ടിക്കറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും സാരില്ല, ചങ്ങാടത്തിലൊക്കെ കയറി വെള്ളമൊക്കെ കണ്ട് ചുമ്മാ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയല്ലേ ഒരു രസം. ചേച്ചീനെയൊക്കെ വല്ലപ്പോഴും അല്ലേ കാണുന്നത്. അപ്പോൾ അവർക്കും ഒരു സന്തോഷം, ഞങ്ങൾക്കും ഒരു സന്തോഷം. അങ്ങനെ ഇത് കണ്ടോ ചങ്ങാടങ്ങൾ കാണുമ്പോൾ പേടിയാവുന്നില്ലേ? എനിക്ക് പേടിയാണ് കേട്ടോ. നമ്മളധികം കടലിലും കായലിലും അങ്ങനെയൊന്നും കളിക്കാത്ത ടീംസ് ആയത് കാരണം എന്താണെന്നറിയില്ല, വെള്ളം കാണുമ്പോൾ ഒരു പേടി എപ്പോഴും. പക്ഷേ ഇവിടെ സേഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, അതൊക്കെ തന്നിട്ടാണ് നമ്മളിവിടെ കയറ്റുന്നത്. ഇത് മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചങ്ങാടങ്ങളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സന്ദർശകർ വരാറുണ്ട്. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സും അല്ലാതെയും ഒക്കെ ഒരുപാട് സന്ദർശകർ വരാറുള്ള സ്ഥലമാണ്. ഞാൻ കുഞ്ഞിലെ വന്നതാണ്, അത് ചെറുപ്പത്തിൽ ഒരു 5th 6th പഠിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ മനുവേട്ടനൊക്കെ ഇഷ്ടം പോലെ വന്ന് അവരിടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. കൂട്ടുകാരൊക്കെ കൂടി വന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞായിരുന്നു. ഈവനിങ് ആയിരുന്നു. എല്ലാവരും വന്നു പോയി ടിക്കറ്റ്, അതായത് ഏകദേശം 400 ടിക്കറ്റൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഏകദേശം അത്രയും പേര് വന്നു പോയി കാണുമല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് പയ്യെ ചങ്ങാടത്തിലേക്ക് കയറി. എനിക്കും ചേച്ചിക്കും അത്യാവശ്യം പേടിയുണ്ട്. പിള്ളേർക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല കേട്ടോ. അവർ ചാടി കയറിക്കോളൂ എന്തിലാണെങ്കിലും. അങ്ങനത്തെ ഒരു പേടി അച്ഛനും ഇല്ല, മോൾക്കും ഇല്ല. അങ്ങനെ അച്ചുകുട്ടൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ഞങ്ങൾ പോയത്. അവനും ഒരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചിക്കും ഇതൊക്കെ സന്തോഷം കേട്ടോ. അവർക്ക് സന്തോഷമാണെന്ന് തോന്നുമ്പോൾ നമുക്കും അത് കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദണ്ട ഏന്തി വലിഞ്ഞ് അതിനകത്തൊക്കെ കയറി. വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, ഒരു അച്ഛനും അമ്മയും കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പിന്നെ ഞങ്ങൾ കണ്ടത് കുറച്ച് ആൺകുട്ടികൾ അവിടെ മറ്റേ ഇത് തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു, വഞ്ചി തുഴഞ്ഞു പോകുന്നതൊക്കെ കണ്ടു കേട്ടോ. ചെറിയ ചെറിയ കുട്ടി ബോട്ടുകളൊക്കെ. അങ്ങനെ നല്ല രസമായിരുന്നു. എന്താണെങ്കിലും കണ്ടോ മനുവേട്ടൻ കടലിനക്കരെ പോണൂര് എന്നൊക്കെ പറഞ്ഞ് തുഴഞ്ഞു പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവേട്ടൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് അച്ചു തുഴയിൽ തുടങ്ങി കേട്ടോ. നോക്കിക്കേ, അവനത് ഭയങ്കര സന്തോഷമായിരുന്നേ. കുറേ നേരം അങ്ങനെ വെള്ളത്തിൽ തുഴഞ്ഞ് വെള്ളത്തിൽ കൈയിട്ടൊക്കെ കളിച്ച് അവൻ ഇരിപ്പായി. നോക്ക്, ഭയങ്കര എന്തോ ഒരു വലിയ സാധനം കിട്ടിയത് മാതിരിയാണ്. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിക്കും അത് തുഴയണമെന്നൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പേടിയൊക്കെ ഉള്ളതുപോലെയൊക്കെ ഉണ്ടായിരുന്നു മുഖം കണ്ടിട്ട്. നിങ്ങൾക്ക് എന്താ തോന്നിയേ? കുഞ്ഞാറ്റയ്ക്ക് നാണം വരുന്നുണ്ട് ക്യാമറ കണ്ടു കഴിയുമ്പോൾ. നോക്കിയാൽ കുഞ്ഞാറ്റെ എന്നവളെ വിളിക്കരുത് എന്നവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് സായന്തന എന്നാട്ടോ. ഞങ്ങൾ കുഞ്ഞിലെ വിളിച്ച പേരാ കുഞ്ഞാറ്റെന്ന്. ഇപ്പം അധികം വിളിക്കാറില്ല, സായിക്കുട്ടി എന്നാണ് വിളിക്കാറ്. പിന്നെ അവളെ കളിയാക്കാൻ വേണ്ടി അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ പേര് ഇപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അവരുടെ ഫ്രണ്ട്സ് കാണും, ഫ്രണ്ട്സ് കണ്ടു കഴിഞ്ഞാൽ കളിയാക്കും പോലും. അവളെ കുറച്ച് കളിയാക്കട്ടെ അല്ലേ. പിന്നെ ഇതിനകത്തൊരു പയ്യനുണ്ടായിരുന്നു കേട്ടോ. അവൻ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ഈ കാണുന്ന തുരുത്തുകളുണ്ടോ, ആ പുല്ലൊക്കെ നിൽക്കുന്നില്ലേ, ആ തുരുത്തുകളിൽ കൂടെ മുതലയൊക്കെ ഉണ്ട്. പക്ഷെ ആ മുതല നമ്മളൊന്നും ചെയ്യില്ലെന്നാണ് പറയുന്നത്. അവർക്കിത് ശീലമായിട്ടുണ്ടാവുമായിരിക്കും. കണ്ട് ഈ വഞ്ചികളും ബോട്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ പയ്യെ അങ്ങോട്ട് മാറിപ്പോവും പോലും, വെള്ളത്തിലേക്ക് മാറിപ്പോവും. അല്ലാത്ത സമയത്തൊക്കെ ഈ തുരുത്തിൽ വന്നിങ്ങനെ കിടക്കും. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയില്ല, പക്ഷേ ഫോട്ടോസൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് പക്ഷികളും ചിത്രശലഭങ്ങളും തത്തകളും അതും ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കുരങ്ങന്മാരും ഉണ്ട്. പിന്നെ എന്താ, അങ്ങനെ കുറേ നേരം തുഴഞ്ഞ് ആ ആൺകുട്ടികളുണ്ടല്ലോ ഒത്തിരി നേരമായി വന്നിട്ടെന്നാണ് പറഞ്ഞത്. അവരിങ്ങനെ ഇത് തുഴഞ്ഞ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ അപകട സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് കേട്ടോ. ഈ കളിക്കുന്നവർ ചിലപ്പോൾ ഓവറായിട്ട് അങ്ങ് കളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് വെള്ളത്തിൽ വീണ് അങ്ങനെ മരണങ്ങളൊക്കെ സംഭവിക്കാറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിച്ച് വരിക, ശ്രദ്ധിച്ച് അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുക. ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ട് വരുവാണെങ്കിൽ. അപ്പം കാണാം, പക്ഷേ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, ഈവനിങ് ആയതുകൊണ്ടും ടിക്കറ്റ് കഴിഞ്ഞതുകൊണ്ടുമൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഈ ദ്വീപിലൂടെ നടന്ന് ചെറിയ കല്ലുകളിലും പാറകളിലൊക്കെ ചവിട്ടിയും കുറച്ച് മണലായിരിക്കും, പിന്നെയും കുറച്ച് നദി ഒഴുകുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് കുറേ ദൂരം നടന്ന് കാണാൻ പറ്റും. ഞാൻ അടുത്ത തവണ പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താണെങ്കിലും ഇവിടെ എനിക്ക് ഒന്നുകൂടെ പോകണം. നമുക്ക് വീടിനടുത്തുമാണ്, അതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല.
അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഇതിങ്ങനെ കണ്ടോ, ഇവിടെ കയറ് കുറുകെ കെട്ടിയിട്ടുണ്ട്. ആ കയറി പിടിച്ചിങ്ങനെ പുറകോട്ട് വലിച്ച് വിടുന്നതിനനുസരിച്ചാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചങ്ങാടോട്ട്. അത് ഇതിന് ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, അവന്മാരുടെ കളി കണ്ടോ. ഇവർ മടുത്തില്ലേ പോലും. എത്ര നേരമായി കളിക്കുന്നതെന്ന് അവർ പറയുന്നതെന്നറിയോ. അവർക്കൊക്കെ ഒരു രസം, പിള്ളേരല്ലേ അല്ലേ. അങ്ങനെ ഈ ചെറിയ തുരുത്തിലൊന്നും മുതലയില്ലെന്നാണ് പറഞ്ഞത്. ഈ വലിയ വലിയ തുരുത്തുകളിലൊക്കെ മുതലകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ടെന്നാണ് പറഞ്ഞത്. വലിയ മുതലയാണ്. ഫോട്ടോ കണ്ടപ്പോൾ വലിയ മുതലായിരുന്നു കേട്ടോ. ചുമ്മാ ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കൂടെ കറങ്ങി നടന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നമുക്ക് ഇച്ചിരി പാളിപ്പോയി സമയവും കാര്യങ്ങളൊക്കെ. രാവിലെ വന്നായിരുന്നെങ്കിൽ എല്ലാം കണ്ട് പോകാമായിരുന്നു. അച്ചു തുഴയിലൊക്കെ നിർത്തി തേണ്ടേ വലിക്കലായി, ചങ്ങാടം വലിച്ചു കൊണ്ടുപോകലായി. അവൻ്റെ കയ്യിൽ നിന്ന് പയ്യ തുഴയൊക്കെ വാങ്ങിച്ച് ഞാൻ തുഴഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണേലും എനിക്കും നോക്കണമല്ലോ ഇതെന്താ സംഭവം എന്നറിയണമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ മനുവേട്ടൻ നിർദ്ദേശങ്ങൾ തരുമായിരുന്നു, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങളിത് ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട്, വെള്ളത്തിൽ കൂടെയാണോ പോലും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അതിലെ കൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ ഒത്തിരി നടന്ന് കളിച്ച് വെള്ളത്തിലൊക്കെ തകർത്തിട്ട് വരായിരുന്നു. അതൊന്നും നടന്നില്ല. പിന്നെ തൽക്കാല സമാധാനത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ചായ മേടിച്ചു, ചായ കുടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടെ നിന്ന് എന്തായിരുന്നു വാങ്ങിച്ചത്, മുളയേരി അല്ലല്ലോ, പടുക്, പിന്നെ നെല്ലിക്ക, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. ചേച്ചി പിന്നെ എന്താ ചോളപ്പൊടിയോ അങ്ങനെ ഏതാണ്ടൊക്കെ മേടിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞതേണ്ട നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നോക്ക്, നമുക്കിത് കാണാൻ പറ്റും, കുറുവാദ്വീപ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ കാട് വഴിയാണ് നമ്മൾ പുൽപ്പള്ളിയിലേക്ക് പോകുന്നത്. പുൽപ്പള്ളി മാനന്തവാടി റോഡാണ് കേട്ടോ ഇത് മെയിൻ റോഡല്ല, വേറൊരു റോഡാണ്. ഈ ചിതൽപുറ്റുകളുണ്ട്, ഈ നടുക്കോടെ നിൽക്കുന്ന ചിതൽപുറ്റുകളാണ് കേട്ടോ. ചിലരൊക്കെ ചിതൽപുറ്റ് കാണാത്തവരുണ്ട് കണ്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അത് ചിതൽപുറ്റാണേ. അതിൻ്റെ ഉള്ളിൽ ചിതലുണ്ടാവും. ആദ്യമൊക്കെ പണ്ടൊക്കെ ഞാൻ വലിയ വലിയ ചിതൽപുറ്റുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കാട് എന്ന് പറയുന്നത് ഇതൊരു തേക്കും കാടാണ് ശരിക്കും. കുറച്ച് ഉള്ളിലോട്ടാണെങ്കിൽ നല്ല കാട്. ഇവിടെയൊക്കെ പക്ഷെ ആനയുണ്ട് കേട്ടോ. രാത്രിയൊക്കെ ഇവിടെ ഈ റോട്ടിൽ കൂടെ വാഹനങ്ങൾ വിടില്ല, ആനയുള്ള സ്ഥലമാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും ഞാൻ വള്ളി തൂങ്ങിയാണോ പോകുന്നത്, കോഴിക്കോടേക്ക് വള്ളി തൂങ്ങി ആടിയാണോ പോണത് എന്നൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ കേൾക്കുന്ന ചോദ്യമാണ്. അതെ, ഞങ്ങൾ വള്ളി തൂങ്ങിയാണ് നടക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ലോകത്ത് എവിടെ ഉണ്ടാവില്ല കേട്ടോ. എന്താണേലും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.